നമസ്കാരം. കുലം കുത്തികൾ എന്നും കുലം കുത്തികൾ തന്നെയാണ്. കടക്കുപുറത്ത് നികൃഷ്ടജീവി, ഒക്കച്ചങ്ങായി, പിപ്പിടി വിദ്യ, അതുക്കും മേലെ പരനാറി, പ്രത്യേക ആക്ഷൻ, മാറി നിൽക്കങ്ങോട്ട്. എന്തൊരു മഹാനാണ് നമ്മുടെ മുഖ്യമന്ത്രി. ഇത്രയ്ക്ക് അർത്ഥസമ്പുഷ്ടമായ പദാവലികൾ കേരള ജനതയ്ക്കായി സംഭാവന ചെയ്ത മുഖ്യൻ വിജയൻ പിണറായിയെ കേരളത്തിലെ ഏറ്റവും വലിയ പുരസ്കാരം നൽകി ആദരിക്കേണ്ടതല്ലേ? പോരാത്തതിന് ഇപ്പോഴിതാ പുരാണങ്ങൾ അരച്ചു കലക്കി കുടിച്ചവർക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത മറ്റൊരു പദാവലി കൂടി ഭാഷാഭൂഷണ ഉത്തുംഗനായ പിണറായി വിജയൻ എന്ന കേരള രാജാവ് കണ്ടെത്തിയിരിക്കുന്നു. പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയാകും. കെട്ടവനെ തൊട്ടാൽ തൊട്ടവനും കെടും. തന്നെത്താൻ അറിയാഞ്ഞാൽ പിന്നെ താൻ അറിയും. മരമറിഞ്ഞ് കൊടിയിടണം, ആളറിഞ്ഞ് ഇടപെടണം. ഇങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ? എന്നാൽ അതുക്കും മേലെയാണ് കണ്ണൂർ പൊങ്കവൻ പിണറായിക്കാരൻ വിജയൻ എന്ന ഇപ്പോൾ കേരളീയർക്ക് മനസ്സിലായില്ലേ? എന്നിട്ടും നിങ്ങളിൽ ചിലർക്ക് പുച്ഛം. മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനോൻ വലിയൊരു സാഹിത്യകാരനും കൂടിയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹം എഴുതിയതൊന്നും വായിക്കാൻ മിനക്കെട്ടിട്ടില്ലെങ്കിലും പിണറായിക്കാരന് ഇപ്പോഴൊരു പൂതി. അച്യുതമേനോനേക്കാൾ മുന്തിയ സാഹിത്യകാരനായിരുന്നു താനെന്ന നാളെ കേരള ചരിത്ര പുസ്തകത്തിൽ പിള്ളേർ പഠിക്കണം. നേടാനുള്ളതെല്ലാം നേടി, വെട്ടിനിരത്തേണ്ടവരെയെല്ലാം വെട്ടിനിരത്തി, മകൾക്കും മകനും കൊച്ചുമക്കൾക്കും അവരുടെ മക്കൾക്കും തിന്നാനും അഴിഞ്ഞാടാനുമുള്ളതെല്ലാം സമ്പാദിച്ചു വെച്ചു കഴിഞ്ഞു. ഇനി ലോകോത്തര സാഹിത്യകാരൻ എന്നുകൂടി കേട്ടിട്ട് കണ്ണടയ്ക്കണം. അതാണ് ഇനിയുള്ള ഒരുപാട് ആഗ്രഹങ്ങളിൽ ഒന്ന്. ഇങ്ങനെയൊക്കെ കേമത്തരം കാട്ടിയിട്ടും ചിലവന്മാർക്ക് ഇപ്പോഴും സംശയം ബാക്കി. എന്തു ചെയ്യാനാണ്? പുരാണത്തിൽ ശിവനുമായി ബന്ധപ്പെട്ട ഏത് കഥയാണ് പിണറായി പറഞ്ഞത് എന്നായിരുന്നു പലരുടെയും സംശയം. സർവകലാശാലകളിലെ മുതിർന്ന മലയാളം അധ്യാപകർക്ക് പോലും കഥയത്ര പിടിയില്ല. പുരാണം അരച്ചുകലക്കി കുടിച്ചവരോടും പലരും കാര്യം തിരക്കി. അങ്ങനെയൊരു കഥ കേട്ടിട്ടേ ഇല്ലെന്നായിരുന്നു പലരുടെയും മറുപടി. തെക്കൻ കേരളത്തിൽ ഇങ്ങനെയൊരു ചൊല്ലില്ല എന്നും വടക്കൻ കേരളത്തിൽ എന്തെങ്കിലും കഥ കാണുമായിരിക്കുമെന്നും ചില സാഹിത്യകാരന്മാർ പറയുന്നു. BJP-ക്കാരും കോൺഗ്രസ്സുകാരും പറഞ്ഞു, നിങ്ങൾ മൂപ്പരോട് തന്നെ പോയി ചോദിക്കുകയെന്ന. LDF-കാർക്കും മുഖ്യമന്ത്രി പറഞ്ഞ ചൊല്ലിനെ പറ്റി വലിയ ധാരണയില്ല. പിന്നെ അവരുടെ ബുദ്ധി അത്രയ്ക്കല്ലേ ഉള്ളൂ. ഇവന്മാരെല്ലാം കഴുതകളല്ലാതെ പിന്നെ. പുരാണത്തിൽ ശിവനുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറഞ്ഞതുപോലൊരു കഥയില്ലെന്ന് ചില മലയാള അധ്യാപകർ പറയുന്നു. ഇതൊരു നാടൻ ചൊല്ലാണ്. സംസർഗോ ഗുണോ ദോഷോ ഭവന്തു എന്നതാണ് ചുരുക്കം. വ്യക്തികളുമായുള്ള ഇടപെടൽ കൊണ്ട് ഗുണവും ദോഷവും ഉണ്ടാകാം. ആരോട് ഇടപെട്ടാലും പഠിച്ചു മാത്രമേ ഇടപെടാൻ പാടുള്ളൂ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞ ചൊല്ലിൻ്റെ ചുരുക്കമെന്നും വ്യാഖ്യാനങ്ങളുണ്ട്. ഇവിടെ പാപി ദല്ലാൽ നന്ദകുമാറാണ്. ദല്ലാളിനോട് ചേർന്നാൽ ജയരാജനും പാപിയാകും എന്നതാണ് ഉദ്ദേശിക്കുന്നത് പോലും. മുഖ്യമന്ത്രി ശരിക്കും ജയരാജന് ശിവനായാണ് പറയുന്നത്. ശിവം എന്ന വാക്കിൻ്റെ അർത്ഥം മംഗളം എന്നാണ്. അങ്ങേയറ്റം മംഗളം നിറഞ്ഞ വ്യക്തിയാണ് ശിവൻ. അപ്പോൾ എന്നു മുതലാണ് ഈ പിണറായിക്കാരൻ വിജയൻ ശിവനെ മംഗളമായി കാണാനും വിശ്വസിക്കാനും തുടങ്ങിയത് എന്നതും ഇവിടെ ഉയരുന്ന വലിയൊരു ചോദ്യം തന്നെയാണ്. പൗരാണികതയെ ചുറ്റിപ്പറ്റി നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ചൊല്ലുകളുണ്ട്. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്ന് കുഞ്ചൻ നമ്പ്യാർ പാടിയതിനെയും മുഖ്യമന്ത്രി തിരുത്തുകയാണ്. നമ്പ്യാർക്ക് എന്തറിയാം? ഇനി മലയാളത്തിലെ പുതിയ ചൊല്ലുകൾ വേണമെങ്കിൽ സാഹിത്യ വിശാരദനും പുരാണ വ്യാഖ്യാതാവുമായ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ കണ്ട് പഠിക്കണം. കേരളത്തിലെ ബുദ്ധിജീവികളെ സ്തുതിക്കുവിൻ, വിജയൻ പിണറായിയെ സ്തുതിക്കുവിൻ. ഇനി നിങ്ങൾക്കായി ഒരു അനുബന്ധം കൂടി ചേർത്ത് പറയട്ടെ. അത് അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ വക വാക്കുകളാണ്. അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ പരിഹാസം എന്ന് വേണമെങ്കിലും പറയാം. പാപിയുടെ കൂടെ ശിവശങ്കരൻ കൂടിയാൽ ശിവശങ്കരനും പാപിയാകും. കേരളത്തിലെ ഏറ്റവും വലിയ സത്യസന്ധൻ എന്ന് വിലയിരുത്തിയ IAS-കാരനായിരുന്നു ശിവശങ്കർ. ഈ ഇമേജുമായാണ് ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനിയായത്. ഈ കൂട്ടുകെട്ടിന് ശേഷം ശിവശങ്കർ അഴിക്കുള്ളിലായി. IAS-ൽ നിന്നുള്ള വിരമിക്കലടക്കം നാണക്കേടായി. ശിവനെ പാപിയാക്കി എന്ന് പറയുമ്പോൾ ശിവശങ്കറിൻ്റെ അവസ്ഥ എന്തായി? മുഖ്യമന്ത്രി ഇതുവരെ പറഞ്ഞതിൽ എനിക്ക് മുഖ്യമന്ത്രിയോട് താല്പര്യം തോന്നിയത് ഇതിലാണ്. ശിവനായാലും ശിവശങ്കരനായാലും പാപിക്കൊപ്പം ചേർന്നാൽ പാപിയാകും. ഇതാണ് ജയശങ്കർ വക പ്രയോഗം. എന്തായാലും ആരും കേൾക്കാത്ത പഴഞ്ചൊല്ലുകൾ വാരി വിതറുന്ന പിണറായിക്കാരൻ വിജയന് അനുയോജ്യമായ ഒരു പഴഞ്ചൊല്ലുണ്ട്. ഈ പഴഞ്ചൊല്ല് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആരോ ഉണ്ടാക്കിയതു തന്നെ. കുറേ വർഷങ്ങൾക്കു ശേഷം കണ്ണൂരിലെ പിണറായിയിൽ ഒരാൾ ജനിക്കുമെന്നും അയാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമെന്നും ജനങ്ങളുടെ ഇഷ്ടഭാജനമാകുമെന്നുമൊക്കെയുള്ള ദീർഘവീക്ഷണം കൊണ്ടായിരിക്കണം. ആ പഴഞ്ചൊല്ല് എന്താണെന്നോ? നാണം കെട്ടവൻ്റെ ആസനത്തിൽ ഒരാൾ കിളിർത്താൽ അതും ഒരു തണല്. എന്നാൽ വീണ്ടും കാണാം.